കല്യാണ സദ്യയിൽ കൂട്ടുകറി കഴിച്ചിട്ട് ഇതെങ്ങനെ ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയെന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ അതിൻ്റെ രഹസ്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പാചകക്കാർ അധികം ആർക്കും പറഞ്ഞു കൊടുക്കാത്ത 4 ടിപ്സാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതും കൂട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ 4 ടിപ്സ്. അപ്പോൾ ഇതിങ്ങനെ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നല്ലപോലെ കുതിർന്ന ശേഷം നമ്മൾ പാചകം ചെയ്യുന്ന ആ ചട്ടിയിലേക്ക് ഈ കടലപ്പരിപ്പ് കഴുകിയിടുകയാണ് കേട്ടോ. ഈ കടലപ്പരിപ്പിന് പകരം ചുമന്ന കളറിലുള്ള കടലയില്ലേ, അതും ചേർക്കും. ഇനി കഷ്ണങ്ങളും ഇതിനോടൊപ്പം ഇടുകയാണ്. കഷ്ണങ്ങളായിട്ട് ഞാൻ ചേന, കായ, ക്യാരറ്റ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ അളവുകൾ കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കഷ്ണങ്ങളെ ചേർക്കാവൂ എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏതൊക്കെ കഷ്ണങ്ങളാണ് കൂട്ടുകറിക്ക് ചേർക്കുന്നത് അത് ചേർത്തോളൂ. ഇനി ഞാൻ ഒരു പച്ചമുളക് നെടുകെ മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് ചേർക്കണം, പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ പാകത്തിന് വെള്ളം ഇതുപോലെ ഒഴിക്കുക, നെകയ്ക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേവിക്കാനായിട്ട് വെക്കണം. കുറേ വെള്ളം ഒഴിക്കണ്ട, അപ്പോൾ അത് വറ്റി വരുമ്പോഴേക്കും ചിലപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ കിട്ടണം, ആ കാര്യം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അരപ്പിനായിട്ട് ചേർക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയാണ് ടിപ്പ് നമ്പർ 1. അതായത് പച്ചമുളകല്ല ചേർക്കുന്നത്, വറ്റൽമുളകാണ്. 2 വറ്റൽമുളക്, ജീരകം, കറിവേപ്പില, തേങ്ങ. അതും വളരെ കുറച്ച് തേങ്ങയാണ്, അതായത് അരമുറിയുടെ പകുതി ഭാഗം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് അരച്ചെടുക്കണം. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ഒരച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ സിറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ. കഷ്ണങ്ങളൊക്കെ വേവാൻ സമയമെടുക്കും. ആ സമയത്ത് ഞാനിങ്ങനെ ലഡു കഴിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് എള്ളിൻ്റെ ലഡുവാണ്, വീട്ടിലുണ്ടാക്കിയതാണ്, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഒരു പണിയില്ല, വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും ഇത് ഉണ്ടാക്കണമെങ്കിൽ ഈ എള്ളിൻ്റെ കൂടെ ഈ കുത്തരിയില്ലേ, അതുകൂടി വറുത്ത് ചേർക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കുത്തരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, ചുമന്ന അവിലില്ലേ, അത് നല്ലപോലെ വറുത്തിട്ട് അരി വറുക്കുന്നതിന് പകരം അത് വറുത്ത് പൊടിച്ചു. അതുപോലെ തന്നെ എള്ളും വറുത്ത് പൊടിച്ചു. ഇതെല്ലാം ഒരുമിച്ചാട്ടോ പൊടിച്ചത്. പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരപ്പൊടിയും പിന്നെ അതെല്ലാം ഒരുമിച്ച് ആ മിക്സഡ് ജാറിലേക്ക് തന്നെ ഇട്ടു. പിന്നെ കുറച്ച് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ അങ്ങനെ അരഞ്ഞു വരും. പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയും എല്ലാം കൂടി ചേർത്തിട്ട് ഉരുട്ടിയെടുത്തതാണ്. എന്തൊരു ടേസ്റ്റ് അറിയോ! വെറും 10 മിനിറ്റ് കൊണ്ടാട്ടോ ഉണ്ടാക്കിയിട്ട്. നല്ല ഹെൽത്തിയാണ്. ഒരുപാട് റെസിപ്പീസ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവില്ലേ കഴിക്കാൻ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. സത്യത്തിൽ എള്ളിൻ്റെ ലഡു ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, കുറേ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഞാനിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണേ. ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങൾ ഉടയാതെ കിട്ടണം. വള്ളുവനാടൻ ഭാഗങ്ങളിലാണ് കേട്ടോ ഈ ടൈപ്പ് കൂട്ടുകറി കാണാറുള്ളത്. കൂടുതലും സദ്യക്ക് പല നാട്ടിലും പല ടൈപ്പിലാണ് കൂട്ടുകറി ഉണ്ടാക്കുക എന്നറിയാം കേട്ടോ. ഇതാ കഷ്ണങ്ങളിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന ശേഷമാണ് നമ്മൾ ഈ ശർക്കരപ്പാനി ചേർക്കുന്നത്. ഇവിടെ ഞാൻ ഒരച്ച് ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 5 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ 5 ടീസ്പൂണേ ചേർക്കാവുന്നില്ല. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എനിക്ക് അത്ര മധുരം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ശർക്കര പാനിയാക്കണമെന്നില്ല കേട്ടോ, ശർക്കര അച്ചായിട്ട് തന്നെ ചേർക്കാം, അതായത് പൊട്ടിച്ചിട്ട് ചേർക്കാം. ഇനി ആ ശർക്കരപ്പാനിയൊക്കെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് അരച്ച തേങ്ങ ചേർക്കാം. വല്ലാണ്ട് ലൂസായിട്ട് അരയ്ക്കണ്ട കേട്ടോ. അരപ്പ് ചേർത്തിട്ട് അധികം നേരം ചൂടാക്കരുതേ. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ധാരാളം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കുക. ഇപ്പോൾ ഒരു കുഴമ്പ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഡ്രൈ ആയിട്ട് വരും. തണുക്കുമ്പോൾ ഇതൊന്നുമല്ല, ഓരോരോ കഷ്ണങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് മൺചട്ടിയും കൂടി ആകുമ്പോഴേ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി നമ്മൾ ടിപ്പ് നമ്പർ 2 കിടക്കുകയാണ് കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ വറുത്തത് ഈ കൂട്ടുകറിയുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇതുപോലെ വറുത്തെടുക്കണേ.
തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ്റെയും അതുപോലെ അവിയലിൻ്റെയൊക്കെ വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു. നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. തേങ്ങ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഭാഗം മാറ്റി വെക്കണേ. അതൊരു കാര്യത്തിനാണ്. ടിപ്പ് നമ്പർ 2 ആണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഇളക്കിയിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അരപ്പ് ചേർത്ത് വാങ്ങി വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്തിളക്കാം. ഇനിയാണ് ടിപ്പ് നമ്പർ 2. അതായത് പകുതി വറുത്ത തേങ്ങ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർക്കുകയാണേ. ഇങ്ങനെ ചേർത്ത് നോക്കുമ്പോൾ കൂട്ടുകറിയുടെ ആ ഒരു രുചി തന്നെ മാറുന്നത് നിങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞോളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടുകറിക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ പകുതി തേങ്ങ ചേർത്തിട്ടുള്ളൂ, ബാക്കി പകുതി ചേർക്കാനുണ്ട്. അതിപ്പോഴല്ല ചേർക്കുക, അതിന് വേറൊരു സമയമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ എത്തുന്ന രീതിയിൽ ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് കുറച്ച് തണുത്ത ശേഷമാണ് ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ആ തേങ്ങ ചേർക്കുന്നത്, അതായത് വറുത്ത തേങ്ങ ചേർക്കുന്നത്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ കൂട്ടുകറിക്ക്, പക്ഷേ നല്ലപോലെ ടൈറ്റായിട്ട് വന്നത് കണ്ടോ. ഇനി ഇതിനേക്കാൾ ടൈറ്റാവും. ഓരോ കഷ്ണങ്ങളും നമുക്ക് പെറുക്കി പെറുക്കി എടുക്കാം. ഇനി മൂന്നാമത്തെ ടിപ്പാണ്, 1 ടീസ്പൂണോളം നല്ല പശുവിൻ നെയ്യ് ചേർക്കുകയാണ്. അതുപോലെ നാലാമത്തെ ടിപ്പായിട്ട് കുറച്ച് ഫ്രഷ് കുരുമുളക് പൊടി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ പൊടിക്കുകയാണ് കേട്ടോ നല്ലത് കുരുമുളക്. അല്ലാതെ ഓൾറെഡി പൊടിച്ച കുരുമുളക് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ. അതൊക്കെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ. നല്ല രുചിയാണ്, നല്ല സ്മെല്ലുമാണ്. ഇതിങ്ങനെ ഇരിക്കും തോറും ടൈറ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, അപ്പം നമുക്കിങ്ങനെ കോരി എടുത്താൽ ഓരോ കഷ്ണങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്നാലോ ചോറ് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെയും അരപ്പിൻ്റെയൊക്കെ ചെറിയൊരു പുരണ്ടിരിക്കുന്ന ഒരു കാര്യവും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ റെസിപ്പി സൂപ്പറാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ നല്ല കുറുക്ക് കാളനും, അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത കുറുക്ക് കാളനില്ലേ, അതും അതുപോലെ പപ്പടവും ഈ ഒരു കൂട്ടുകറിയൊക്കെ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇതിങ്ങനെ ചോറിൽ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, അത് വല്ലാണ്ട് ഇങ്ങനെ ഫുൾ ഡ്രൈ അല്ല, എന്നാലും നമുക്ക് കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കി എടുക്കാനും പറ്റും. അതിൻ്റെ കൂടെ ആ കാളനും പപ്പടവും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോഴേ ഒരു ഭയങ്കര ഫീലാണ്. അപ്പോൾ ഈ ടിപ്സ് ഒന്നും നിങ്ങൾ മറക്കല്ലേ. വറുത്ത തേങ്ങ ചേർക്കുമ്പോൾ 2 തരത്തിലാണ് ചേർക്കുന്നത്. അതുപോലെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന മിക്സിൽ വറ്റൽമുളകാണ് അരയ്ക്കുന്നത്, പിന്നെ നെയ്യ് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആ കൂട്ടുകറിയിൽ നിന്നും എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും, ഉറപ്പാണ്. പിന്നെ ആ എള്ളുണ്ടിയും കൂടിയും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കൂ കേട്ടോ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ശരി എന്നാൽ.